ഹലോ, ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു അടിപൊളി ചമ്മന്തിയാണ്. ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണിത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പം നമ്മൾ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ്. ഞാൻ വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഒരു 5-8 എണ്ണം എടുത്തിട്ടുണ്ട്. നിങ്ങളടുത്ത് ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 10 എണ്ണം എടുത്തോ. അത് ചെറുതായി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി കൂടി പോയരുത്. പിന്നെ വേണ്ടത് തക്കാളി ഈ ഒരു സൈസിലുള്ള തക്കാളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് സവാളയല്ല, ശരിക്കും ചെറിയുള്ളിയാണ് വേണ്ടത്. എൻ്റെ അടുത്ത് ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ട് സവാള ഞാൻ ചെറുതായി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയുള്ളി ആണെങ്കിൽ 8 എണ്ണം ചെറിയുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ മുതൽ 1.25 ടേബിൾ സ്പൂൺ വരെ നിങ്ങൾക്ക് ശർക്കര പൊടിച്ചത് ഇട്ട് കൊടുക്കുക. വെല്ലൊന്നും വേണമെങ്കിൽ പറയും അതിന്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂണോളം പുളിവെള്ളമാണ്. പുളിവെള്ളം നല്ല കട്ടിയിലുള്ള 2 ടേബിൾ സ്പൂണോളം പുളിവെള്ളം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം 3 ടേബിൾ സ്പൂണ് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ 3 ടേബിൾ സ്പൂണ് ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിലൊന്നും എടുത്ത് ഒഴിക്കരുത്. ഇനി ഇത് നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുത്ത് കൊണ്ടുവരണം. നല്ല പേസ്റ്റ് പോലെ അരിച്ചെടുക്കണം. വെള്ളമൊന്നും വേണ്ട. തക്കാളിൻ്റെ ഉള്ളിൻ്റെ എല്ലാം വെള്ളം കൊണ്ട് തന്നെ അത് നല്ലോണം അരിഞ്ഞ് കിട്ടും. അപ്പോൾ നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഞാനിത് നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ കാണുന്നത് പോലെ ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ. പക്ഷേ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ടേസ്റ്റ് തന്നെയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഈ പറഞ്ഞ അളവ് തന്നെ എല്ലാം ഇട്ടിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചോറിന് മാത്രമല്ല ചപ്പാത്തിൻ്റെ കൂടിയും ദോശേൻ്റെ കൂടിയും നിങ്ങൾ എന്തെല്ലാം ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ എല്ലാം കൂടെ കൂട്ടി തിന്നേന് ഭയങ്കര ടേസ്റ്റുള്ള ഒരു ചമ്മന്തിയാണിത്. ഞാനിവിടെ എന്തെല്ലാം ഉണ്ടാക്കുന്നുണ്ടോ അതിൻ്റെ കൂടെയെല്ലാം ഇത് കൂട്ടി തിന്നലുണ്ട്. ഞാൻ ബ്രെഡിന് വരെ ഇത് കൂട്ടി തിന്നാറുണ്ട്. കാരണം അത്രയും നല്ല ടേസ്റ്റാണ്. നമുക്ക് കറികളൊന്നും ഇല്ലാത്ത സമയത്ത് പെട്ടെന്ന് 2-3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഒന്ന് വാരിയിട്ടൊന്ന് അടിച്ചെടുത്താൽ വളരെ സിമ്പിളായിട്ട് കറി ഉണ്ടാക്കുന്നതിൽ ഈസി ആയിട്ട് ഒരു ചമ്മന്തി കൂട്ടിയിട്ട് വയറ് നിറയെ ഭക്ഷണം കഴിക്കാം. അപ്പോൾ തീർച്ചയായും ഇത് ഉണ്ടാക്കിയതിന് ശേഷം ടേസ്റ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഇഷ്ടമായിക്കില്ലെങ്കിലും ഒക്കെ നിങ്ങൾക്ക് പിന്നെ ലൈക്ക് ചെയ്യുക, ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഒക്കെ ഇടാം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.